ஃபீல் நீங்கள் எதிர்பார்க்கவே முடியாது. எல்லாருமே லைஃப்லேயும் இருக்க சின்ன சின்ன விஷயத்தை தான் நம்ம எக்ஸைட்மெண்ட்டாக பார்க்கணும், ரொம்ப இதுவாக இருக்கணும்ன்ற அது வேறு லெவலில் இருக்கும். எல்லாருமே பார்க்க வேண்டியது எல்லாருமே பெர்ஃபார்மன்ஸ் எப்படி கார்த்தியும் அரவிந்த் சாமி மோஸ்ட்லி அந்த 2 கேரக்டர் மட்டும் தான் மோஸ்ட்லி இருக்கும். அந்த 2 கேரக்டர் பயங்கரமாக இருக்கும். அந்த 2 கேரக்டர் பெர்ஃபார்மன்ஸ் வேறு லெவல், நினச்சே பார்க்க முடியாது அளவுக்கு പടം വേറെ എപ്പോഴും എന്താ പറയുക സിനിമയോടൊപ്പം പ്രേക്ഷകൻ നമ്മൾ സഞ്ചരിക്കുന്നു പറയുന്നില്ല. ഈ സിനിമ മെയ്യഴിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഓരോ സെക്കൻഡ് ആദ്യം മുതൽ അവസാനം വരെ ഈ സിനിമയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഓരോ സീനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പം ഗോവിന്ദസ്മയുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കിടിലം മ്യൂസിക് കാർത്തി സാർ ആയിക്കോട്ടെ, അരവിന്ദ് സ്വാമി സാർ ആയിക്കോട്ടെ, എല്ലാവരും ഗംഭീര പ്രകടനം. സത്യം പറഞ്ഞാൽ അവിടെ തിയേറ്ററിൽ ചെന്നിരുന്നിട്ട് ഇതിന് അല്പം ഡ്യൂറേഷൻ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ആ ഒഴുക്കിനോടൊപ്പം നമ്മളും ആ നാട്ടിൻപുറവും അവരുടെ ജീവിതവും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന വേറൊരു ഫീല് തീർച്ചയായിട്ടും തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ തന്നെയാണ് മെയ്യഴകൻ. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 96 ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് വന്ന് കാണും. അതുപോലെ തന്നെ ഒരു സ്ലോ ഫേസിലെ ഡ്രാമയാണ്. കാർത്തിക് അരവിന്ദ് സ്വാമി ഒരു രക്ഷയില്ല. പ്രേംകുമാറിന്റെ മറ്റൊരു ഹിറ്റാണ് അതിൽ. അതുപോലെ മ്യൂസിക് എൻ്റെ പൊന്നെ ഒന്നും പറയേണ്ട, ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ എൻഗേജ്ഡ് ആയിരുന്നു. ഭയങ്കര ഫീലാണ് നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക്. എന്നെ പണി വെച്ചിറക്കിയെന്ന് പറയില്ല, അതുപോലെ ഒരു ഫീലിലാണ് ഇറങ്ങി വരുന്നത്. ഒരു ലൈഫുള്ള ഫിലിം. അതുകൊണ്ട് മിസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. കാർത്തിനെയൊക്കെ സ്ക്രീനിൽ തന്നെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു മൂഡാണ്, ഭയങ്കര ഒരു വികാരമാണ്. പുള്ളിയുടെ പെർഫോമൻസ് എന്ന് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ. നമ്മളാണ് അവരുടെ ലൈഫിൽ അവരുടെ ഒപ്പം ആ സ്ക്രീനിൽ അവരുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ഫീലാണ്. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലേക്ക് ഇങ്ങനെ ഒരു പടം വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളൂ. ഗംഭീരമായ സിനിമ. പ്രത്യേകിച്ച് അവരുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുണ്ട്. അത് നമ്മളെപ്പോലുള്ള ആണുങ്ങൾ പോലും ഞാനൊരു 10-20 പ്രാവശ്യമെങ്കിലും എൻ്റെ കണ്ണ് നിറഞ്ഞ് കരഞ്ഞു വീഴും. ഹൃദയം നിറഞ്ഞ് നമ്മളൊരു വിങ്ങലോടുകൂടി അല്ലാണ്ട് ഈ സിനിമ കണ്ടുമുഴുവനിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിരിക്കാനുള്ള മുഹൂർത്തം കൊണ്ട് നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ പലപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചു വന്നിട്ടുള്ള ചില സംഗതികളിലൂടെ അവരുടെ ഗൃഹാതുരത്വ കഥകളൊക്കെ പറയും. 2 പേര് ആണ് ഈ സിനിമയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ മനോഹരമായ സിനിമയാണ്, നല്ല തിരക്കഥ. ഏതായാലും 96-ന് ശേഷം അദ്ദേഹം പ്രേം സാർ ചെയ്തിരിക്കുന്ന മനോഹരമായ സിനിമയാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത്തരം സിനിമകളൊക്കെ മലയാളത്തിലുണ്ടായിരുന്നു ആഗ്രഹിച്ചു. ഒരു വിധത്തിലുള്ള ഒരു ഫൈറ്റില്ല, വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത മനോഹരമായ രീതിയിലുള്ള ഒരു സിനിമയാണ്. ഇത്ര നല്ല സിനിമ ഏതായാലും ഇത്രയും വർഷത്തിന് ശേഷം പ്രേം സാറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സന്തോഷമാണ്. അരവിന്ദ് സ്വാമിയുടെയും കാർത്തിയുടെയും ഗംഭീരമായൊരു കോമ്പിനേഷനാണ്. മനോഹരമായ കഥ, ഗൃഹാതുരത്തുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള വളരെ മികച്ച ഒരു നമ്മുടെ ചിത്രീകരണങ്ങളും ഒക്കെയാണ് മനോഹരമായിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം, ഒരു തർക്കമില്ല. തീർച്ചയായും കുടുംബ സദസ്സുകൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട ഉഗ്രനായൊരു സിനിമയാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ മെയ്യഴകൻ. ഗംഭീരമായ അവസാനം വരെ നമ്മളൊക്കെ ഇങ്ങനെ ആ ഒരു സസ്പെൻസിൻ്റെ ഒപ്പം നിസ്സാര സംഭവം എന്ന് പറയാം. പക്ഷെ അത് ഞാൻ പറയുന്നത് ശരിയല്ല, സിനിമയിൽ ആളുകൾ കാണേണ്ടതാണ്. പക്ഷെ അതിനെ അത്രമാത്രം മനോഹരമായ രചനയിലൂടെ ഇങ്ങനെ കൊണ്ടുവരുന്നൊരു സിനിമ ഗംഭീരമാണ്. മെയ്യഴകൻ സൂപ്പർ ഫിലിമാണ്. நல்லா இருக்கு, ரொம்ப நல்லா இருக்கு. குடும்பத்தோட பார்க்கலாம். ரொம்ப நாளுக்கு அப்புறம் ஃபைட் எல்லாம் இல்லை, ரொம்ப நல்லா இருக்கு. I'm very happy to see it. Okay.